കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10 മിനിറ്റ് സമയം മാത്രം മതിയാവും. അതീവ രുചികരമായിട്ടുള്ള, അതിനേക്കാളപ്പുറം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പലഹാരം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും 2 തരത്തിൽ ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നല്ല ഫ്രഷ് തേങ്ങ 1 കപ്പ് ചിരവിയത് എടുക്കുക. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 ഏലയ്ക്ക പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതുപോലെ നല്ല പഴുത്തൊരു ഏത്തപ്പഴം എടുക്കുക. എന്നിട്ട് ഇത് നീളത്തിൽ 4ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും പഴുത്ത പഴം തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ ബൗളിലിട്ട് വെച്ചിരിക്കുന്ന അതും ഈ പഴവും കൂടി നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അത് ഇത്രയും പഴുത്ത പഴവും ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയതാണെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മിക്സ് ആയിട്ട് ഇത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സ്വാദും ഇത് തന്നെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഇതിനേക്കാൾ അപ്പുറം രുചിയുള്ളൊരു ബാറ്ററാണ് നമ്മളിനി തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മൾ ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തരം ബാറ്ററാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് ഒറ്റടിക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ. അതായത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്തിനാ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കട്ടയില്ലാത്തൊരു മാവാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ബാറ്റർ. അതും നല്ല ലൂസിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കെട്ടി കിടക്കും, കുറേയൊക്കെ കട്ടകൾ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ദോശമാവൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, ആ ഒരു ലൂസ്, അതിനേക്കാൾ ഒരു അല്പം കൂടി ലൂസ് വേണം കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ഈ ബാറ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. ഇതേപോലെ ഒരു അളവ്. ഇതിലൊരല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി ഈ ബാറ്ററിയിൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററിൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പൗഡറിന് ഒട്ടും തന്നെ മധുരം ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു കയ്പ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. എന്നിട്ട് ഈ കപ്പിൽ തന്നെ 3 കപ്പ്, അതായത് 3/4 കപ്പ് അളവിൽ ഞാൻ ഈ ബാറ്റർ അതിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ബൗളിലേക്ക് കൊക്കോ പൗഡറിനകത്തേക്ക് പകർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരവും നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ബാറ്ററിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ ഒരു മുട്ടയുമാണ് പൊട്ടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റുള്ള മാവാണ്, വേറൊരു കളറും ആയിരിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, മധുരവുമാണ് ഇവിടെ ഉള്ളത്, ഇതിൽ ഉപ്പ് ചേർന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പൊന്നും ഇടാതെ വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ടായിരിക്കും വരിക കേട്ടോ. കാര്യം ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ചോക്ലേറ്റ് പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ, കൊക്കോ പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെയാണ് വരിക. അതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം. അപ്പം നമുക്ക് 2 തരം ബാറ്റർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടി. ഇനിയിപ്പോൾ ഞാനിത് എൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ. കാര്യം ഒരു ബോട്ടിലേക്കാണ് ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് വയ്ക്കേണ്ടത്. അപ്പം ഞാനൊരു ബോട്ടിലേക്ക് ഒഴിക്കുവാണ്. അതായത് ഒരു ഹോളുള്ള ഒരു ക്യാപ്പോട് കൂടിയിട്ടുള്ളൊരു ബോട്ടിലായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ വരുന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്പിലേക്ക് നമുക്കൊന്ന് ഒരു പപ്പടം കുത്തി എന്തെങ്കിലും ചൂടാക്കി ഒന്ന് ഹോളാക്കിയൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ബോട്ടിൽ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്താണ്. ഇനി പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ടിലിൽ തന്നെ നമ്മൾ നിറച്ച് വയ്ക്കുന്നത് കേട്ടോ. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. തവ നന്നായിട്ട് ചൂടായിട്ട് നല്ല ലോയിലേക്ക് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ആദ്യം ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ബോട്ടിൽ തന്നെ മതിയാവും കേട്ടോ. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ വൈറ്റ് ബാറ്റർ ഉണ്ടല്ലോ തയ്യാറാക്കി വെച്ചിട്ടുള്ള, അതെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു അളവിലേക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ബ്ലാക്കിഷ് ആയിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ വൈറ്റ് ബാറ്റർ ഇതുപോലെ അങ്ങ്
ഒഴിച്ചു കൊടുക്കുക. ഒട്ടും തന്നെ തവിയിട്ടൊന്നും പരത്തരുത്, ദോശയൊക്കെ പരത്തുന്ന പോലെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. ഡിസൈനൊക്കെ അങ്ങനെ ഇതായിപ്പോൾ നമ്മളിത് ഇങ്ങനെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ആയിക്കഴിയുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിം വെക്കാം കേട്ടോ. അപ്പം ഒന്ന് പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഈ പത്തിരി, ഞങ്ങൾ മുട്ടപ്പത്തിരി എന്നാണ് കേട്ടോ ഇതിനെ ആക്ച്വലി പറയുന്നത്, കൊച്ചിയിലൊക്കെ അങ്ങനെ പറയാറ്. അപ്പോൾ ഈ പത്തിരി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മൈദമാവാണ്, ചൂട് കയറിയാൽ മതി ഇത്. അപ്പം ഇതിൻ്റെ ഈ പച്ചമാവ് അങ്ങ് മാറി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഡിസൈനൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു സമയമുണ്ട് ഇതാ ഇതേപോലെ. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ്, അതങ്ങ് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഫില്ലിംഗ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇതാ കണ്ടോ എന്ത് ഭംഗിയായിട്ട് ആ ഡിസൈൻ വന്നിട്ടുള്ളത് നോക്കിക്കേ. ആ ഡിസൈൻ എല്ലാം ഇതിലേക്ക് ഒട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. എത്ര ഭംഗിയായിട്ടുള്ളൊരു പത്തിരി അല്ല തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ ഈ ഡിസൈനൊക്കെ ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്ത കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇത് കഴിക്കുന്നത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ്, ഒരു ക്രീമി കളറിലായിട്ടിരിക്കുള്ളൂ. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മുട്ട ചേർത്ത ഒരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഔട്ടർ അത് പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ അതിന് ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ കിട്ടുക, അത്രയേറെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേറൊരു ഡിസൈൻ ഒന്ന് ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ ഡിസൈനൊക്കെ നമുക്ക് അങ്ങനെ മാറ്റിമറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഡിസൈനിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് നോക്കണമല്ലോ. ഇത് ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ, ആർക്കും ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഇതൊരു ഡിസൈൻ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് കളർന്ന് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നേരത്തെ പോലെ തന്നെ മാവങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസൈനിൽ എങ്ങനെയാണ് വരികയെന്ന് നോക്കണമല്ലോ, ഏതാ ഭംഗിയെന്നും കൂടി അറിയാമല്ലോ നമുക്ക്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പല പല ഡിസൈനിലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെന്നല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഇത് കഴിക്കാനും കാണാനും. അതെ. അപ്പം അതിലും ഫില്ലിങ് ചെയ്ത് ഇതാണ്ടോ നല്ലൊരു ഭംഗിയില്ലേ ഇങ്ങനെ ഡിസൈൻ ചെയ്തപ്പോൾ. ഒരു വേറെ ഡിസൈനായിട്ടാണ് നമുക്കിങ്ങനെ റോൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ തോന്നുക. റൗണ്ട് ആണെന്ന് തോന്നുന്നില്ല റോൾ ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, കണ്ടില്ലേ. അപ്പോൾ അതാ ഞാൻ രണ്ടാമത്തെ മുട്ടപ്പത്തിരിയും തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് രണ്ടും രണ്ട് ഡിസൈനിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി മൂന്നാമത്തതാണ് കേട്ടോ ഞാൻ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണിത്. എല്ലാവർക്കും, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ.